വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ആണ്. ഒന്നെങ്കിൽ വാഷിംഗ് മെഷീനിൽ ലോഡൊക്കെ കൂടുമ്പോൾ കറങ്ങണില്ല, അല്ലെങ്കിൽ സൗണ്ട് വരുവാണ്, മൂളൊക്കെ ഭയങ്കര സൗണ്ട്, അല്ലെങ്കിൽ കടക്കട പറഞ്ഞ സൗണ്ട് വരികയാണ് വാഷിംഗ് മെഷീനിൽ. അല്ലെങ്കിൽ ലോഡ് കൂടുമ്പം ലോഡ് ഇല്ലെങ്കിൽ കറങ്ങുന്നുണ്ട്, ലോഡ് കൂടുമ്പോൾ കറങ്ങണില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പം 99% ഈ ഒരു പ്രശ്നം, ഒറ്റ പ്രശ്നം മാത്രമാണ് വരുന്നത്. അപ്പൊ അതിന്റെ ബെൽറ്റ് ലൂസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബെൽറ്റ് ഗിയർ ബോക്സിൽ നിന്നും മോട്ടറിൽ നിന്നും വേർവിട്ട് പോന്നിട്ടുണ്ടാവും. ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കംപ്ലൈന്റ് ശരിയാക്കാം. 5 മിനിറ്റ് മതി, എല്ലാവർക്കും ശരിയാക്കി തരാം. അല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടിയിട്ടുണ്ടാവും, ആ ബെൽറ്റ് പൊട്ടിയാലും നമുക്ക് ശരിയാക്കാം. അത് എങ്ങനെ ശരിയാക്കാം നമുക്ക് നോക്കാം. വാഷിംഗ് മെഷീൻ ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇതിക്ക് വാഷിംഗ് മെഷീൻ സ്വിച്ച് ഇട്ട് തരാം. സ്വിച്ച് ഇട്ട് ഇതിനെന്താ കംപ്ലൈൻറ്റ് നോക്കാം. ഇതിങ്ങനെ ഓണാക്കുമ്പോൾ കണ്ടോ, വാഷിംഗ് മെഷീൻ കറങ്ങണില്ല, കണ്ടില്ലേ, കറങ്ങാതെ നിൽക്കണേ. അല്ലെങ്കിൽ വേറെ പ്രശ്നം എന്താ വരിക വെച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. വാഷിംഗ് മെഷീൻ ജസ്റ്റ് കറങ്ങിയാൽ അപ്പം തന്നെ നിൽക്കും. അല്ലെങ്കിൽ ലോഡില്ലാത്ത ടൈമിൽ വാഷിംഗ് മെഷീൻ കറങ്ങും, ലോഡ് ഉണ്ടാകുന്ന ടൈമിൽ വാഷിംഗ് മെഷീൻ കറങ്ങൂല. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ സിമ്പിളാണ്. നമുക്ക് ഒന്നും ഒരു റിസ്ക്കും ഇല്ല, ഒരു മെക്കാനിക്കിനെ വിളിക്കേണ്ട ആവശ്യമില്ല, പൈസ ക്യാഷൊന്നും വല്ലാതെ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ശരിയാക്കാം. അത്രയും പെട്ടെന്ന് നമുക്ക് ശരിയാക്കാം. 1 മിനിറ്റ് 2 മിനിറ്റ് മതി ഇതൊക്കെ ശരിയാക്കാൻ. അപ്പോൾ ഞാനിതെന്താ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പോൾ LGൻ്റെ വാഷിംഗ് മെഷീനാണ് കേട്ടോ. LG എന്നല്ല, ഏത് കമ്പനീൻ്റെ ആണെങ്കിലും എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് തുറക്കേണ്ടത്, ചിലത് അടിഭാഗമായിരിക്കും. ഇവിടെ സ്ക്രൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അയച്ചിട്ടുണ്ട്. ഈ സ്ക്രൂ ഇതൊക്കെ അല്ലേ, സ്ക്രൂ ഉണ്ടാവും, ഇതൊക്കെ അയച്ചിട്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ കംപ്ലൈൻറ്റ് നോക്കട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ മോട്ടർ, എൻ്റെ മോട്ടർ ചെയ്യണ വർക്ക്. ഗിയർ ബോക്സാണ് സാധനം. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് കൈയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗിയർ ബോക്സ് നിങ്ങൾക്ക് കാണുന്നില്ല, ഈ സാധനമാണ് ഗിയർ ബോക്സ്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ പ്രശ്നം എന്താ, അതിൻ്റെ ബെൽറ്റ് പോന്നിട്ടുണ്ട്. ഇവിടുന്ന് കണ്ട ബെൽറ്റ് പോകുന്നതോടാണ് ഇത് കറങ്ങാത്തത്. അപ്പോൾ നമ്മൾ ഓണാക്കുമ്പോൾ ഇത് മാത്രമാണ് കറങ്ങണത്. ആ ഗിയർ ബോക്സ് ഇവിടെ നിൽക്കുന്ന ഈ ഗിയർ ബോക്സിൽ ഈ കാണുന്ന ഗിയർ ബോക്സ് കറങ്ങൂല. ആ കറങ്ങിയാലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ കറങ്ങുള്ളൂ. അപ്പം ബെൽറ്റ് പോന്നാലാണ് വാഷിംഗ് മെഷീൻ കറങ്ങാതെ നിൽക്കുക. അതേപോലെ തന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ കറങ്ങുണ്ടാവും, പക്ഷേ ലോഡ് കൂടുമ്പോൾ അത് കറങ്ങൂല. അതെന്താ വെച്ചാൽ ഈ ബെൽറ്റ് ലൂസാക്കി എന്തെങ്കിലും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, പക്ഷേ ബെൽറ്റ് ലൂസായി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് കറങ്ങാത്തത്. അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കുക. ചിലപ്പോൾ ഈ ബെൽറ്റ് തന്നെ മതിയാവും. ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നത് ഇത് ലൂസാണ്. ഈ ബെൽറ്റ് ലൂസായി കാണാൻ നിൽക്കുന്നത് കണ്ടോ, അതാണ് ബെൽറ്റ്, ആ ബെൽറ്റാണ്. അപ്പോൾ ലൂസായി കാണാൻ നിൽക്കുന്നത്. ലൂസാണെങ്കിൽ ഇതേപോലെയുള്ള ബെൽറ്റ് തന്നെ നമ്മൾ കടയിൽ പോയിട്ട് കാണിച്ചു കൊടുക്കുക. അതിൻ്റെ നമ്പർ ഉണ്ടാവും, ഈ ബെൽറ്റിന് ഓരോ നമ്പർ ഉണ്ടാവും. ഞങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇതിൽ, ഇവിടെ ഒരു നമ്പർ കണ്ടില്ലേ, ഇവിടെ WM25LA എന്നൊക്കെ ഏത് നമ്പറില്ലേ, ഈ നമ്പറിലെ ബെൽറ്റ് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം കേട്ടോ. അപ്പോഴേ സൂട്ടാകുള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനീൻ്റെ കാർക്കും നമ്മൾ വാഷിംഗ് മെഷീന് സൂട്ടാവില്ല. ഏത് കമ്പനി വാഷിംഗ് മെഷീൻ ആണെങ്കിലും, സാംസങ് ആണെങ്കിലും, LG ആണെങ്കിലും, ഏത് കമ്പനി ആണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിന് 100 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ഈ ബെൽറ്റിന് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ പോയി വാങ്ങാം. എനിക്ക് ഈ ബെൽറ്റ് ലൂസായതുകൊണ്ട് ഞാൻ പുതിയ ഒരു ബെൽറ്റ് വാങ്ങി വരാം. അപ്പോൾ ഞാൻ പുതിയ ബെൽറ്റ് വാങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ആ സെയിം നമ്പർ തന്നെയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ ബെൽറ്റ് ഇതിലിടണം. ഇതിൽ കറക്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടോ നോക്കട്ടോ. ആ ബെൽറ്റ് ഇടുന്നത് ഞാൻ എങ്ങനെ കാണിച്ചു തരാം. ടൈമിൽ ഈ ബെൽറ്റ് പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ. ആ പൊട്ടിയിട്ടുണ്ടെങ്കിലും ഈ ബെൽറ്റ് മാറ്റാണ്. 99% ഈ ബെൽറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഗിയർ ബോക്സില്ലേ, ഈ ഗിയർ ബോക്സിൻ്റെ പ്രശ്നത്തിനും ഞാൻ കാണുന്നതാണ്. ഗിയർ ബോക്സ് എന്ന സാധനം ഈ കറങ്ങുന്നുണ്ടല്ലോ, അതായത് ഈ ബെൽറ്റ്, ഈ മോട്ടർ കറങ്ങുന്ന ടൈമിലാണ്, ഈ മോട്ടർ ഇങ്ങനെ കറങ്ങുന്ന ടൈമിലാണ് ഈ ഗിയർ ബോക്സും കറങ്ങേണ്ടത് കണ്ടോ. അപ്പം മോട്ടർ മാത്രം കറങ്ങിയാൽ ഗിയർ ബോക്സ് കറങ്ങൂല. അപ്പം വാഷിംഗ് മെഷീൻ നമ്മളിത് കറങ്ങൂല. അതാണ് ഈ പ്രശ്നം വരുന്നത്. അതാണ് 99% ഉണ്ടാകൽ. കാണില്ലേ, ഈ അടിയിൽ കൂടെ ഇങ്ങനെ കൊണ്ട് ഫസ്റ്റ് ഗിയർ ബോക്സും ഇടുക. ഇതാണ് ഗിയർ ബോക്സുമ്പോൾ ഫസ്റ്റ് ഉള്ളിൽ കൂടെ വലിച്ചിടുക. എന്നിട്ട് ഇത് വലിച്ചിട്ട് ഇതിൽ കൂടെ ഇടണം. കണ്ടില്ലേ, ഇതിന്മേലില്ല, ഇവിടെയാണ് ബെൽറ്റ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഗിയർ ബോക്സിലിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും കണ്ടോളി, ഇതാണ് ഈ ബെൽറ്റ്.
അപ്പോൾ ഇത് കറങ്ങുന്ന ടൈമിൽ കണ്ടോ, ഇത് കറങ്ങുന്ന ടൈമിൽ കണ്ടില്ലേ നമ്മൾ എന്താണ് ആ ഗിയർ ബോക്സും കറങ്ങും. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് കാണിച്ചു തരാം. കണ്ടോ ഗിയർ ബോക്സ് അവിടെ കറങ്ങണേ കണ്ടോ. അപ്പോൾ ഈ ബെൽറ്റ് നമ്മൾ ഇവിടെ അല്ല ഇടേണ്ടത്, ഈ ഇതിലാണ് ഇടേണ്ടത്. ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഇതിലാണ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ വലിച്ച് നീട്ടി ഇവിടെ അങ്ങനെ അമർത്തി പിടിക്കുക. അപ്പോൾ പിടിച്ചിട്ട് കണ്ടല്ലോ, ഇതിങ്ങനെ കറക്കിയാൽ മതി. അമർത്തി പിടിക്കുക, ഇങ്ങനെ അങ്ങനെ അമർത്തി പിടിച്ചിട്ട് കറക്കുമ്പോൾ ഓർമ്മ കണ്ടില്ലേ. അയ്യോ ഒന്നുകൂടി കറക്കുക. അല്ല ഞങ്ങൾ ഇത് ഇങ്ങനെ കറക്കുമ്പോൾ അത് ഫിറ്റായി കേട്ടോ. ഇപ്പോൾ നമ്മൾ മോട്ടറിൽ ഫിറ്റ് ആയിട്ടുണ്ട്, അതേമാതിരി ഗിയർ ബോക്സ് നിങ്ങൾ കണ്ടില്ലേ കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാക്കി നോക്കാം. ഇതിങ്ങനെ ടൈറ്റായി നിൽക്കണം. ടൈറ്റായി പറഞ്ഞാൽ പാകത്തിന് ടൈറ്റ്, ഓവർ ടൈറ്റ് ഉണ്ടായാലും കറങ്ങൂല കേട്ടോ. പാകത്തിന് ടൈറ്റായി നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് ഇതൊന്ന് കറക്കുമ്പോൾ കണ്ടോ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ഗിയർ ബോക്സും കറങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ ഗിയർ ബോക്സ് കറങ്ങുമ്പോൾ സൗണ്ടും ഉണ്ടാവില്ല. വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് കടക്കട പറഞ്ഞ സൗണ്ട് വരുന്നില്ല. ഈ സൗണ്ടൊന്നും പിഞ്ഞുണ്ടാവില്ല കേട്ടോ. ഈ ബെൽറ്റിൻ്റെ പ്രശ്നമാണ് 99% ഉണ്ടാകൽ. അല്ലെങ്കിൽ പിന്നെ ഈ ഗിയർ ബോക്സിൻ്റെ പ്രശ്നമായിരിക്കും. ഈ ഗിയർ ബോക്സ് മാറ്റി കൊടുത്താലും മതി. ബെൽറ്റ് ഫസ്റ്റ് നമ്മൾ ബെൽറ്റ് നോക്കിയാൽ മതി. അധികവും 99% പ്രശ്നങ്ങൾ ഈ ബെൽറ്റോട് തീരും. ഇനി നമ്മൾ വാഷിംഗ് മെഷീൻ ലോഡ് കൂടിയാലും കറങ്ങും, അതേപോലെ തന്നെ സൗണ്ട് ഉണ്ടാവില്ല. ഭയങ്കര ഉഷാറായി നല്ല പുള്ളിങ്ങിൽ തന്നെ നമുക്ക് കറങ്ങും. അപ്പോൾ നമുക്ക് ഇനി വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത് നോക്കാം. ഇത്ര പണിയുള്ളൂ, 2 മിനിറ്റിൻ്റെ പണിയുള്ളൂ കേട്ടോ. അല്ലാതെ കുറേ പരിപാടിയൊന്നുമില്ല. നമ്മൾ മെക്കാനിക്കൽ വിളിച്ചാൽ ഒന്നെങ്കിൽ അവർ വരില്ല, വന്നാൽ തന്നെ അവർ കുറേ ടൈം പിടിക്കും. അവരെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം നോക്കി അതിന് പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലവാകും. ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളായിക്കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തന്നെ ചെയ്യാം, ആർക്കും ചെയ്യാം. ഓക്കെ, ഏത് വാഷിംഗ് മെഷീനാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്താൽ മതി. വാഷിംഗ് മെഷീൻ നമ്മൾ മേലെ ഓണാക്കുകയാണ്. ഒരു മിനിറ്റ് കണ്ടില്ലേ. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് ഓണാക്കി നമുക്ക് വാഷിംഗ് മെഷീൻ ഓണാക്കി നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ കറങ്ങുന്നുണ്ടല്ലേ ഞങ്ങൾ. അയ്യോ കണ്ടില്ലേ, ഉഷാറായി ഇത് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ വാഷിംഗ് മെഷീന് ബാക്കിൽ കറങ്ങണ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഞങ്ങൾ ഇതാ ഗിയർ ബോക്സും നമ്മളെ മോട്ടറും ഇങ്ങനെ കറങ്ങുമ്പോൾ കറക്റ്റ് കറങ്ങണ്ടേ. സംഭവം ഇത്ര പരിപാടിയുള്ളൂ. നിങ്ങളെ മെക്കാനിക്കിനൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ബെൽറ്റിന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്നും മാറ്റൊന്നും വേണ്ട. നിങ്ങൾ ഇതേപോലെ ഇട്ടാൽ നിങ്ങളെ വാഷിംഗ് മെഷീൻ ക്ലിയർ ആകും, ശരിയാകും. അല്ലാതെ ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇനി വാഷിംഗ് മെഷീൻ ഈ ബെൽറ്റ് പൊട്ടി അല്ലെങ്കിൽ നല്ല ലൂസ് വരിക, അല്ലെങ്കിൽ ഈ ബെൽറ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ബെൽറ്റ് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ബെൽറ്റ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക് യു.